ട്രാൻസ്പെറൻ്റ് ആവുക എന്നുള്ളത് നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തും. ഹിഡൻ ആയിട്ടുള്ള ഒരു ഇടപാടുകളും ചെലവുകളുടെ കാര്യത്തിലാവട്ടെ, പോളിസി മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഹിഡൻ ആയിട്ടുള്ള ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുന്നു. എന്താണ് KCCയിൽ നടക്കുന്നത്, എന്താണ് ന്യൂസ് ചാനൽ നടക്കാൻ പോകുന്ന ഡെവലപ്മെൻറ്റുകൾ എന്നുള്ള കാര്യം താഴെ തട്ടിൽ വരെ വിവരങ്ങൾ അറിയിക്കാനുള്ള സിസ്റ്റം നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ടോട്ടൽ കേരളത്തിൻ്റെ ട്രാഫിക് എന്ന് പറയുന്നത് 1.5 TB അടുത്ത് വരും ഞങ്ങളുടെ ട്രാഫിക് വോളിയം. ഒരുപക്ഷെ ഇന്ത്യയിലെ വളരെ വലിയ കമ്പനികൾക്ക് പോലും അത്രയും വലിയ ട്രാഫിക് ഒരു സ്റ്റേറ്റിൽ കൊടുക്കുക എന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ കൺസ്യൂമറിൽ ഡ്രോപ്പ് ഔട്ട്സ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ കുറഞ്ഞ പ്ലാൻ ഉപയോഗിക്കുന്ന ആളുകളാണ്. 20 Mbps അല്ലെങ്കിൽ അതിന് താഴെ 25 Mbps ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് കൊഴിഞ്ഞു പോകുന്നത്. ഒരു ലോഗിനും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു OTP ഇല്ലാതെ അവർക്ക് അവിടെ വെച്ച് കേരള വിഷൻ്റെ കണക്ഷൻ, ബ്രോഡ്ബാൻഡ് കണക്ഷൻ അവിടെ കിട്ടും, മൊബൈലിൽ തന്നെ കിട്ടും. അവരെ വീട്ടിലുള്ള സെയിം പ്ലാൻ, സെയിം കണക്ഷൻ, സെയിം ഡാറ്റയാണ് അവിടെ കിട്ടുക. ഇത് സംസ്ഥാന വ്യാപകമാക്കുകയാണെങ്കിൽ ഒരു സാർവത്രികമായി ടെലികോം കമ്പനികൾ നൽകുന്ന സെയിം സർവീസ് അതിനേക്കാളും 10 മടങ്ങ് കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കാൻ സാധിക്കും. കേബിൾ TV എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന പേരാണ് കേരള വിഷൻ. ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ ക്ഷേമത്തിനായി തുടങ്ങിയ സംഘടനയിൽ നിന്ന് 1000 കോടി രൂപയിലധികം വിറ്റുവരവുള്ള കമ്പനിയായി മാറിയിരിക്കുകയാണ് കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റർമാരുടെ നിരയിൽ 30 ലക്ഷത്തിലധികം കണക്ഷനുകളുമായി രാജ്യത്ത് തന്നെ 4ാം സ്ഥാനത്താണ് ഗ്രൂപ്പിന് കീഴിലുള്ള കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് ലിമിറ്റഡ്. ഹൈസ്പീഡ് ഇന്റർനെറ്റ് സേവനം നൽകുന്ന കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ആകട്ടെ 12 ലക്ഷത്തിലധികം കണക്ഷനുകളുമായി ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാരുടെ നിരയിൽ 6ാം സ്ഥാനത്തുമാണ്. കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ K. ഗോവിന്ദനാണ് ഇന്ന് ധനം ബിസിനസ് കഫേയിൽ നമുക്കൊപ്പമുള്ളത്. എങ്ങനെയാണ് ഒരു കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റേഴ്സിന്റെ ഒരു സംഘടന എന്ന നിലയിൽ തുടങ്ങിയിട്ട് 1000 കോടി വിറ്റുവരവുള്ള ഒരു കമ്പനിയായി മാറുന്നത്? അതിന്റെ ഒരു രൂപീകരണം എങ്ങനെയായിരുന്നു? ഒറ്റ വാക്കിൽ അതിന് പറയുകയാണെങ്കിൽ ഞങ്ങൾ കേരള വിഷന്റെ പേര് സൂചിപ്പിക്കുന്നതിൽ കേരള വിഷൻ ഉണ്ടല്ലോ, ആ ഒരു വിഷനാണ് യഥാർത്ഥത്തിൽ. തുടക്കം മുതൽ തന്നെ അത്തരം ഒരു വിഷനിൽ, ഒരു കാഴ്ചപ്പാടിൽ ഒരു പെർസ്പെക്റ്റീവ് തയ്യാറാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യം ഒരു സാധാരണ നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ രൂപീകരിക്കുമ്പോൾ ഓർഗനൈസേഷൻ പരിമിതമായ ലക്ഷ്യങ്ങളേ ഉണ്ടാവുള്ളൂ. അത് നിലവിലുള്ള ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി സംഘടിക്കുക, അതിനെതിരെ പ്രതിരോധം ഉണ്ടാക്കുക, ഗവൺമെൻറ്റിനോട് നെഗോഷിയേറ്റ് ചെയ്യുക, വെണ്ടേഴ്സിനോട് നെഗോഷിയേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമായിരിക്കും. പക്ഷേ അവിടെ നിൽക്കുന്നില്ല. കാരണം അനുദിനം വളർന്നു വരുന്നൊരു ഇൻഡസ്ട്രിയാണ് കേബിൾ TV. മീഡിയ സെഗ്മെൻറ്റ് പൊതുവെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതിനനുസരിച്ച് ആ മാറ്റങ്ങൾക്കും അനുസരിച്ച് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് സ്ട്രഗിൾ ഉണ്ടാക്കിയിട്ടും എന്ത് പ്രതിരോധം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല എന്നൊരു തിരിച്ചറിവുണ്ടായി. ഇപ്പോൾ തുടക്കത്തിൽ ആദ്യത്തെ ഒരു 3-4 വർഷം ഓർഗനൈസേഷൻ എന്ന നിലയിൽ ആളുകളെ സംഘടിപ്പിക്കാനുള്ള, ഒന്നിച്ചു നിർത്താനുള്ള പ്രവർത്തനങ്ങളാണ്, ആക്ടിവിറ്റികളാണ് നടത്തിയിരുന്നെങ്കിൽ പിന്നീട് അത് മാറി ഇതിനെന്താണ് ഈ പ്രശ്നങ്ങൾക്ക് പ്രതിരോധം ഉണ്ടാക്കാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ എന്ത് ബദലുണ്ടാക്കണമെന്നുള്ള ആലോചന നടത്തി. ആലോചനയാണ് ക്രമേണ ഒരു ബിസിനസ് സംരംഭക കൂട്ടായ്മയിലേക്ക് മാറാനിടയായത്. അതിനൊരു മണ്ണൊരുക്കലായിരുന്നു ആദ്യത്തെ സംഘടനാ പ്രവർത്തനം. ഇത് തുടങ്ങുന്നത് സംഘടന യഥാർത്ഥത്തിൽ ഇൻഫോർമലായിട്ട് സംഘടനയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് 95-96 പറയാം. അന്ന് കൃത്യമായിട്ടൊരു ചട്ടക്കൂടൊന്നുമില്ല, ഒരാൾക്കൂട്ടായിരുന്നു. പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനുള്ള വേദികൾ പലപ്പോഴും ഉണ്ടാക്കി. അത് ഒരു 2-3 വർഷത്തിന് ശേഷം 2002 പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലേക്ക് 2002 വരുന്നത്. ആദ്യകാലത്ത് എന്തായിരുന്നു നമ്മൾ നേരിട്ടൊരു പ്രധാന പ്രശ്നങ്ങൾ എന്തായിരുന്നു? എങ്ങനെയാണ് ഈ ഒരു സംഘടന വേണമെന്ന് തോന്നാനുണ്ടായ ഒരു കാരണം? ഏറ്റവും പ്രധാനമായിട്ടും ഗവൺമെന്റിന്റെ റെഗുലേഷനാണ്. ഒരു വിഷയത്തിൽ ഗവൺമെന്റ് ഡിസ്ക്രിമിനേഷനായിട്ട്, അത് വിവേചനപരമായി നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസേൺ അന്നുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും വലിയ കമ്പനികൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ എപ്പോഴും കൈക്കൊള്ളുക എന്നുള്ളത്. അത് കേരളത്തിലാകട്ടെ ദേശീയ തലത്തിലാകട്ടെ അത്തരം നിലപാടുകൾ പലപ്പോഴും ഉണ്ടായി. ഉദാഹരണത്തിന് വൈദ്യുതി പോസ്റ്റുകളുടെ അനുവദിക്കുന്നത് സംബന്ധിച്ച് വളരെ ഡിസ്ക്രിമിനേഷനാണെന്ന് ഗവൺമെൻറ് ചെയ്തത്. ചെറുകിടക്കാർക്ക് ലഭ്യമാകാതിരിക്കാനുള്ള നയങ്ങളുണ്ടാക്കി, അതിനുള്ള റെഗുലേഷൻ ഉണ്ടാക്കി, അങ്ങനെ നൽകാൻ തുടങ്ങി. അതിനെ ചോദ്യം ചെയ്യുകയാണ്. ആദ്യം കോടതിയിൽ ചോദ്യം ചെയ്യുന്നു. അത് നടക്കാതെ വന്നു. ഗവൺമെൻറ് പോളിസിയാണ്, അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ എന്ന നിലയിൽ ആയി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെതിരെ ചില പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ തുടങ്ങി. ഒരു കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ചാനൽ രംഗത്ത് ഗവൺമെൻറ് വലിയ തോതിൽ, കേന്ദ്ര ഗവൺമെൻറ് വലിയ റെഗുലേഷൻ കൊണ്ടുവന്നു. ആ റെഗുലേഷൻ്റെ അടിസ്ഥാനത്തിൽ ചാനലുകളുടെ ഒരു പബ്ലിക്കിന് ചാനലുകൾ ലഭ്യമാകുക എന്നുള്ള ഒരു വിശാലമായ താല്പര്യത്തിനപ്പുറത്തേക്ക് ഇത് ചാനലുകൾ പെയ്ഡ് ഫോർമാറ്റിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ പെയ്ഡ് ആയിട്ടുള്ള ചാനലുകൾ വരുമ്പോൾ അത് അതിൻ്റെ നിരക്ക് നിശ്ചയിക്കുന്ന കാര്യത്തിലോ അതിൻ്റെ ലഭ്യതയുടെ കാര്യത്തിലോ കൃത്യമായിട്ടൊരു നയം ഉണ്ടായിരുന്നില്ല. അതിൽ ഗവൺമെൻറ് വളരെ വളരെ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചില്ല. സ്വാഭാവികമായിട്ടും ഈ 2 വിഷയങ്ങളാണ് തുടക്കത്തിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് നയിക്കാനിടയായത്. ഒരു സംഘടിക്കാനുള്ള തീരുമാനവും അത് പ്രക്ഷോഭത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രചോദനമായത്.
അന്ന് എത്ര ആൾക്കാരായിരുന്നു നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത്? ഇത് തുടക്കമൊക്കെ വയനാട്ടിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ നേരത്തെ സാർ. വയനാട്ടില് കേരളത്തിലെ സംഘടന ഉണ്ടാകുന്നതിന് സജീവമായ സംഘടന ഉണ്ടായതിനു ശേഷം ഒരു കൺസോൾട്ടഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഫോർമാറ്റ് ഉണ്ടാകുന്നത് വയനാട്ടിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് സംഘടനയുടെ കീഴിൽ ഒരു ബിസിനസ് സംരംഭം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു സാമ്പിൾ അവിടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സംഘടനയുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മോഡലാണ്. എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനും വിമർശിക്കാനും ഒക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ബിസിനസ് ആകുമ്പോൾ, ബിസിനസ് സംരംഭം തുടങ്ങുമ്പോൾ അതിന് വേറൊരു ലക്ഷ്യം ഉണ്ടാകുന്നുണ്ട്. ഇത് പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കണം, ഇൻവെസ്റ്റേഴ്സിന് അതിനനുസരിച്ചുള്ള പ്രിഫറൻസ് ഉണ്ടാവണം, തുടങ്ങിയിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവും. ആ രീതിയിലുള്ള ഒരു ഫോർമാറ്റിലേക്ക് സംഘടനയുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ ഡെമോക്രാറ്റിക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ള പണിയാണ് വയനാട്ടിൽ ഒരു സാമ്പിൾ ചെയ്തത്. ഓർഗനൈസേഷൻ ടു ബിസിനസ് എന്റർപ്രണർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ വളരെ സങ്കീർണമാണ്. കാരണം അത് ഒരേ സമയം എല്ലാവർക്കും നീതി ലഭ്യമാകുക എന്നുള്ള ഓർഗനൈസേഷൻ താല്പര്യവും പ്രോഫിറ്റബിൾ ആകുക എന്നുള്ള താല്പര്യവും തമ്മിലുള്ള ക്ലാഷും കോൺട്രഡിക്ഷനും എപ്പോഴും ഉണ്ടാവും. അതവിടെ ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യൂനതകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ തത്വത്തിൽ ആ സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് പല ജില്ലകളിലും അത്തരത്തിലുള്ള ഫോർമാറ്റുകൾ ഉണ്ടാക്കിയപ്പോൾ ഇതിനൊക്കെ പരിഹരിക്കാൻ പറ്റി. കുറച്ചും കൂടി ഡെമോക്രാറ്റിക്കായി, ബിസിനസ്സിൻ്റെ സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. ആ മോഡൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിച്ചു. അതാണ് കേരളത്തിൽ വ്യാപിക്കാനിടയാക്കിയത്. ഇന്നിപ്പോ എത്ര ഓഹരി ഉടമകൾ അതിന് ഒപ്പം ഉള്ളത്? കേരള വിഷന് വ്യത്യസ്ത കമ്പനികളുണ്ട്. വളരെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്. ഇതെല്ലാം ചേർന്ന് ഒരു 6000-ഓളം ഓഹരി ഉടമകൾ, 6000-ൽ കൂടുതൽ ഓഹരി ഉടമകൾ ഉണ്ടാവും. കേബിൾ ടി വി രംഗത്തുള്ള എല്ലാവരും തന്നെ അംഗങ്ങളാണോ ഇതിൽ? വ്യത്യസ്ത രീതിയിൽ അംഗങ്ങളാണ്. ഞാനത് കേരള വിഷന്റെ കീഴിൽ കുറേ അധികം കമ്പനികളുണ്ട്. KCCL എന്ന് പറയുന്ന കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ്, അതാണ് ഡിജിറ്റൽ കേബിൾ ടി വി ബിസിനസ് ആരംഭിക്കുന്നത്. രണ്ടാമത്തെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ലിമിറ്റഡ്. മൂന്നാമത്തേത് സിഡ്കോ എന്ന് പറയായിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. പിന്നീട് KCBL, കേരള വിഷൻ ബ്രോഡ്കാസ്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ചാനലുണ്ട്. പിന്നെ കേരള വിഷൻ ന്യൂസ് ലിമിറ്റഡ് എന്ന് പറയായിട്ടുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന വേറൊരു കമ്പനിയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ കമ്പനികൾ അത്രയും കമ്പനികൾ. ഇത് കൂടാതെ നമ്മൾ സർവീസിന് വേണ്ടി കേരള വിഷൻ, പിന്നെ KVTEL എന്ന് പറയായിട്ടുള്ള മറ്റൊരു കമ്പനിയുണ്ട്. അത് ഒരു പ്രാഥമിക ഘട്ടത്തിലാണുള്ളത്. ഇങ്ങനെ വ്യത്യസ്ത കമ്പനി. ഇതിലെല്ലാം പലർക്കും പല രീതിയിലാണ് ഓഹരി ഉള്ളത്. ഇതെല്ലാം കൂടി 6000-ൽ പേരെ ആളുകൾക്ക് ഷെയറുകൾ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നമുക്കൊരു പ്രൊഫഷണൽ ടീം തന്നെയാണ് കമ്പനീനെ നയിക്കുന്നത് എന്തോണോ, CEO ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിലുണ്ടെന്നോണോ. അപ്പൊ ഈ ഓഹരി ഉടമകൾ ഉള്ളൊരു സ്ഥാപനത്തിൽ ഇതെങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? കാരണം പല അഭിപ്രായങ്ങൾ ഇതൊക്കെ വരുന്നതാണല്ലോ. അതില് കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനി ഒരു സാധാരണ പ്രൊഫഷണൽ കമ്പനികൾ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊന്നും അസോസിയേഷൻ സംഘടനയുടെ ഇടപെടലുകൾ ഉണ്ടാവില്ല. ഓപ്പറേറ്റർമാർക്ക് ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യാൻ കഴിയില്ല. അത് നടക്കില്ലല്ലോ. ഒരു സിസ്റ്റമാണത് പ്രവർത്തിക്കുന്നത്. അതിൽ ഏതൊരു കമ്പനി, ഇപ്പോൾ 500-ൽ പരം ജീവനക്കാരുണ്ട്. 60% കൂടുതലും എഞ്ചിനീയറിംഗ് ജീവനക്കാരാണ്. ബാക്കിയുള്ളത് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ് മേഖലയിലുള്ള ആളുകളുള്ളൂ. അപ്പോൾ ഈ ആളുകളെ നയിക്കുന്നതും അതിനുള്ള ഹൈറാർക്കി സിസ്റ്റം ഉണ്ട്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതിൽ ഹെഡ് ഉണ്ട്. വളരെ ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങളിലൊന്നുമല്ല ഓർഗനൈസേഷൻ ഇടപെടുന്നത്. അതിൻ്റെ പോളിസി കാര്യത്തിൽ ഏത് പുതിയ സെഗ്മെൻറ്റിലേക്കാണ് പോകേണ്ടത്, ബഡ്ജറ്റിംഗ് എങ്ങനെയാകണം, ഓരോ മേഖലയിൽ ഉണ്ടാകേണ്ട പ്രിഫറൻസ് എന്തായിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ വിഷനറി എന്തായിരിക്കണം, തുടങ്ങിയ കാര്യങ്ങളിലാണ് COAയുടെ അസോസിയേഷൻ്റെ ഇടപെടൽ ഉണ്ടാവുക, നിർദ്ദേശങ്ങൾ വരിക. വൻകിടക്കാർ ഒരുപാടുള്ള ഒരു മേഖലയാണിത്. അപ്പം പല രംഗത്തും പല സംസ്ഥാനങ്ങളിലും നമ്മുടെ കേബിൾ TV കൊഴിഞ്ഞു പോക്കുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്? കോവിഡിന് തൊട്ട് മുമ്പുള്ള സമയത്തുണ്ടായിരുന്ന ആകെ ഇന്ത്യയിലുണ്ടായിരുന്ന കൺസ്യൂമറുടെ എണ്ണത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 50% കൂടുതൽ കൺസ്യൂമേഴ്സ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ നഷ്ടപ്പെടുന്നതിനുള്ള കാരണം ഒന്ന് ടെക്നോളജിയിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്, രണ്ടാമത്തേത് ഈ കേരളത്തിന് പുറത്തുള്ള സർവീസ് പ്രൊവൈഡർമാർ നൽകുന്ന സർവീസിൻ്റെ ക്വാളിറ്റിയിലുണ്ടാകുന്ന ഡീഗ്രഡേഷനും, കണ്ടന്റ് അവർ കുറച്ചു, നിരക്ക് കൂടി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടു. അതേസമയം ഈ ഇത്തരം പ്രശ്നങ്ങൾ കൺസ്യൂമറെ നേരിട്ട് ബാധിക്കാത്ത രീതിയിലുള്ളൊരു സൊല്യൂഷനാണ് കേരളത്തിൽ ചെയ്യാൻ കഴിഞ്ഞത്. അതിന് സഹായിച്ചത് ഒന്ന്, വളരെ അമിതമായൊരു പ്രോഫിറ്റ് മോട്ടീവ് അല്ല കേരള വിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞാൻ പറഞ്ഞതുപോലെ ഓപ്പറേറ്റർമാരുടെ സർവൈവലാണ് പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അത് കൺസ്യൂമറെ എങ്ങനെയെങ്കിലും പിഴിഞ്ഞെടുക്കുക എന്നുള്ള താല്പര്യം അതിനകത്തില്ല. രണ്ടാമത്തേത് കണ്ടന്റിൻ്റെ കാര്യത്തിലും ടെക്നോളജിയുടെ കാര്യത്തിലും യാതൊരുവിധ കോംപ്രമൈസും ചെയ്യേണ്ട എന്ന് തുടക്കത്തിലെ ഞങ്ങളെടുത്ത നിലപാടാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജികളും ഒരു നാഷണൽ ലെവലിലോ ഇൻ്റർനാഷണൽ ലെവലിലോ വളരെ പ്രൂവൺ ആയിട്ടുള്ള
സസ്റ്റൈനബിൾ ആയിട്ടുള്ള ടെക്നോളജി തന്നെ ഉപയോഗിക്കണം നിർബന്ധമുണ്ടായിരുന്നു. ഇത്തരം കാരണങ്ങൾ കൺസ്യൂമറെ നമുക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്, അവരെ കൊഴിഞ്ഞു പോകാതിരിക്കാനും പ്രേരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് മറ്റൊരു കാര്യം, ഈ കൺസ്യൂമറെ നിലനിർത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ടത് ലോക്കൽ കണ്ടന്റിൻ്റെ റിച്ച് ആയിട്ടുള്ള ലോക്കൽ കണ്ടന്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം അവരുടെ പ്രാദേശിക വിഷയങ്ങൾ, അവരുടെ സമകാലികമായ വിഷയങ്ങൾ, അവരുടെ ദൈനംദിനം അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം തുടങ്ങിയവയൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ലോക്കൽ കണ്ടന്റ്, പ്രാദേശിക കണ്ടന്റുകൾക്കുള്ള സ്പേസ് ഞങ്ങളുടെ നെറ്റ്വർക്കുകൾ നന്നായിട്ട് സമഗ്രമായിട്ട് സമർത്ഥമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതും കൺസ്യൂമറെ നിലനിർത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഓൾ കേരള നമ്മൾ ഈ കണ്ടന്റ് ക്രിയേഷൻസും നടത്തുന്നുണ്ടോ? അതായത് എല്ലാ പ്രാദേശിക ചാനലുകളും അവരുടെ രീതിയിൽ കണ്ടന്റ് ക്രിയേഷൻ നടത്തുന്നുണ്ടോ? ഉണ്ട്. എല്ലാ സ്റ്റേറ്റ് ലെവലിൽ ഞങ്ങൾക്ക് ഉള്ള ചാനലുകൾ കൂടാതെ യഥാർത്ഥത്തിൽ ഈ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൺസൾട്ടേഷന് വളരെയേറെ സഹായിച്ചിട്ടുള്ളത് ലോക്കൽ കണ്ടന്റും ലോക്കൽ ആയിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പുമാണ്, കൺസ്യൂമർ റിലേഷൻഷിപ്പുമാണ്. കൊഴിഞ്ഞു പോകാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണത്തിലൊന്ന് അതാണ്. കാരണം അവർക്ക് ദൈനംദിനം അറിയേണ്ടുന്ന വിഷയങ്ങൾ ലോക്കൽ ചാനലുകളല്ലാതെ ഒരു മുഖ്യധാരാ ചാനലുകളും കിട്ടില്ല. ഇപ്പോൾ സമീപകാലത്ത് ഈ പിന്നെ സോഷ്യൽ മീഡിയ സജീവമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഓതൻറ്റിസിറ്റി ഉണ്ട്, ആധികാരികത, അതിൻ്റെ സത്യസന്ധത, റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രാദേശിക ചാനലുകളെ തന്നെ ആളുകൾ ആശ്രയിക്കുള്ളൂ. മറ്റതൊക്കെ ഫേക്കായിട്ട് ഇഷ്ടംപോലെ ഫേക്ക് ചെയ്യാൻ പറ്റും. ഇതിനൊരു നാഥനുണ്ട്. ആര് ചോദിച്ചാൽ യഥാർത്ഥമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു ടീം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ലോക്കൽ ചാനലുകൾ എന്ന് പറയുന്നത് ഇപ്പം തന്നെ കേരള വിഷൻ്റെ കീഴിൽ 70-ൽ പരം പ്രാദേശിക ചാനലുകൾ വിവിധ സ്ഥലങ്ങളായിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ അത്രയും സാമാന്യം റിസോഴ്സ് ആയിട്ടുള്ള നല്ല കഴിവുള്ള എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ ഇതിലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ചില ചാനലുകളൊക്കെ നമ്മുടെ ചില ഉപഗ്രഹ ചാനലുകളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ വളരെ നല്ല റിച്ച് ആയിട്ടുള്ള കണ്ടന്റുള്ള, വളരെ നന്നായിട്ട് നല്ല ടെക്നോളജി ഉപയോഗിക്കുന്ന ചാനലുകൾ പോലും കേരളത്തിലുണ്ട്. ഇവ ഉണ്ടാക്കുന്ന ഒരു, ഞാൻ പറഞ്ഞ പോലെ ഒരു ബദൽ മീഡിയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ആണ്, ഞങ്ങൾ അങ്ങനെയാണ് പറയാ, ഒരു സമാന്തര മീഡിയ പ്രസ്ഥാനം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ന്യൂസ് ഓറിയന്റഡ് മാത്രമാണോ? ഞാൻ ന്യൂസ് ഓറിയന്റഡ് മാത്രമാണ് പറഞ്ഞത്. ന്യൂസ് ഓറിയന്റഡ് അല്ലാത്ത ചാനലുകൾ വേറെ, അത് 200-ൽ പരം ചാനലുകളുണ്ടെന്നാണ് മനസ്സിലാവുന്നത്, മറ്റ് കണ്ടന്റുകളുള്ളത്. സാങ്കേതിക വിദ്യയിലാണെങ്കിൽ അനുദിനാണ് മാറ്റം വരുന്നത്. ഇതിനെ എത്രത്തോളം വേഗത്തിൽ നമുക്ക് ഇതിലേക്ക് മാറാൻ പറ്റുന്നുണ്ട്? പുതിയ ടെക്നോളജികളിലേക്കുള്ള ചുവടുവയ്പ് എത്രത്തോളം വേഗത്തിലാണ് നടത്തുന്നത്? ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഈ ടെക്നോളജി നമ്മുടെ കോമ്പറ്റേറ്ററായ ആളുകളോ അല്ലെങ്കിൽ ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ എവിടെയെങ്കിലും പുതിയ ടെക്നോളജി ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അറിയാനുള്ള സോഴ്സുകൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വെണ്ടേഴ്സുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേറ്റർമാരായ ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഒരു 6000-ഓളം ആളുകളുടെ റിസർച്ച് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക വിവിധ മേഖലകളായിട്ട്. അവരുടെ അനുഭവങ്ങൾ അവർ പലരുമായിട്ട് ഷെയർ ചെയ്യുന്നു. അങ്ങനെയുള്ള ഏതെങ്കിലും സ്പാർക്ക് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും സൂചനകൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ അതിന് പിറകെ അന്വേഷിക്കാൻ നമ്മുടെ ടീം സജ്ജരായി പോകും. അങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ രീതിയിലേക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നത്. പിന്നെ ഇത്തരം ടെക്നോളജികൾ വളരെ പ്രൂവൺ ആയിട്ടുള്ള, വളരെ യഥാർത്ഥത്തിൽ നന്നായി ആഴത്തിൽ പഠിച്ച് മാത്രമേ ഇംപ്ലിമെൻറ്റ് ചെയ്യൂ എന്നുള്ള നിഷ്കർഷയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതല്ലാതെ ഏതെങ്കിലും കേട്ട പാതി നമ്മൾ അങ്ങനെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന പ്രശ്നമില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ടെക്നോളജികൾ നമുക്ക് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം തന്നെ ഞങ്ങൾ ഉപയോഗിക്കും. ഈ അടുത്ത കാലത്ത് നമ്മൾ നടത്തിയൊരു ടെക്നോളജി അഡ്വാൻസ്മെന്റ് എന്തായിരുന്നു? എടുത്തു പറയാവുന്നത് ഞങ്ങളുടെ ഓൺ പ്ലാറ്റ്ഫോം, OTT പ്ലാറ്റ്ഫോം ഉണ്ടെന്നുള്ളതാണ്. OTTയുടെ പ്രത്യേകത നമുക്കറിയാം. ഈ ട്രിപ്പിൾ പ്ലേ സൊല്യൂഷൻ, അതായത് ബ്രോഡ്ബാൻഡ്, ഡിജിറ്റൽ, പിന്നെ ഡിജിറ്റൽ കേബിൾ TV ആൻഡ് വോയിസ്, ഈ 3 സർവീസുകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ ട്രിപ്പിൾ പ്ലേ ചെയ്യുന്നതോടൊപ്പം തന്നെ നെക്സ്റ്റ് ചേഞ്ചസ് മീഡിയയിൽ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് പ്രധാനമായിട്ടും വരേണ്ടുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു സാമ്പിൾസ് വേണം. ദേശീയ തലത്തിൽ നമുക്ക് വളരെ ഈ ട്രിപ്പിൾ പ്ലേ സൊല്യൂഷൻ ഉപയോഗിക്കുന്ന, സ്വന്തം പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രിപ്പിൾ പ്ലേ ഉപയോഗിക്കുന്ന 2-3 കമ്പനികളെ ഉള്ളൂ, ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്ന് അവകാശപ്പെടാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഹയേർഡാണ്, വേറെ ഏതെങ്കിലും കമ്പനികളിലായിട്ട് സഹകരിച്ചുകൊണ്ട് ചെയ്യുന്നവരാണ്. അപ്പം ഞങ്ങൾ ആ മേഖലയിൽ ഈ ദേശീയ തലത്തിലുള്ള വലിയ കമ്പനികൾ നടത്തുന്ന അതേ രീതിയിൽ തന്നെ ഉള്ള സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും ആലോചിക്കുകയും അങ്ങനെ വളരെ പ്രബലമായ 1-2 കമ്പനികളുമായിട്ട് നമ്മൾ സഹകരിച്ചുകൊണ്ടാണ് ഈ OTT പ്ലാറ്റ്ഫോമിലുള്ള ബിൽഡപ്പ് ആരംഭിച്ചത്. OTT ഇന്ന് ശരിക്കും വളരെ ഏത് കമ്പനികളോടും മത്സരിക്കാവുന്ന രീതിയിലുള്ള റിച്ച് ആയിട്ടുള്ള, വളരെ ടെക്നോളജി ലെവൽ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അതിൽ കണ്ടന്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
വളരെ വ്യത്യസ്തമായ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു OTT പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ചെയ്തത്. കീന്ന് കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് എന്നാണ് അതിന്റെ മുഴുവൻ പേര്. അതിൽ വിവിധ OTT പ്ലേയുടെ ഒരു ഇന്റഗ്രേഷൻ ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. വ്യത്യസ്ത OTT കണ്ടന്റുകളുടെ ഒരു ഇന്റഗ്രേഷൻ ആണ് ചെയ്തത്, പ്ലാറ്റ്ഫോമുകളുടെ ഇന്റഗ്രേഷൻ ആണ്. നമുക്കതിൽ നേരിട്ട് ഏതെങ്കിലും OTT, ഇപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, പല OTTകൾ നമുക്ക് ലഭ്യമാകുന്ന 10-50 OTT പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ നമുക്കുണ്ട്. അതിൽ 30-ൽ പരം OTTകളെ നമ്മളിതിൽ ആൾറെഡി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു OTT നമുക്ക് ഇഷ്ടമുള്ള ഒരു 5-10 OTTകൾ ആവശ്യമുണ്ടെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് നമ്മൾ പേയ്മെന്റ് കൊടുത്ത് സെപ്പറേറ്റ് ആയിട്ട് അവരെ, ആ കമ്പനിയെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് പകരം കീയിൽ പോവുകയാണെങ്കിൽ കീയിൽ ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അതിനുവേണ്ടി ഒറ്റ പേയ്മെന്റ് അടച്ചാൽ മതി. മറ്റെല്ലാ പേയ്മെന്റ് അടയ്ക്കുന്ന പ്ലാറ്റ്ഫോമുകളെ അപേക്ഷിച്ച് നിരക്ക് കുറവായിരിക്കും. അതിൽ വിവിധ പ്ലാനുകളുണ്ട്. അതിന് പ്രത്യേക സ്കീമുകൾ, കേരള വിഷന് തന്നെ വ്യത്യസ്ത പ്ലാനുകൾ ഉണ്ടാവും. DTH കമ്പനികൾ വരുമ്പം നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും, കേബിൾ TV മേഖലയിൽ തകരും എന്നൊക്കെയുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ കാര്യങ്ങളൊക്കെ തിരിച്ചാണ് നടന്നത്. എങ്ങനെയാണ് തുടക്കത്തിൽ തന്നെ അതിനോട് പോരിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് നമ്മൾ വളർന്നത്? DTH വരുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു, കേബിൾ TV ഓപ്പറേറ്റർമാർക്ക്. പക്ഷെ നമ്മൾ അതിന് ഓപ്പറേറ്റർമാർക്ക് കൊടുത്തിട്ടുള്ള ഒരു ആത്മവിശ്വാസം, ഏത് ടെക്നോളജിക്കും അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്, അവർക്കൊരു സാധ്യതയുണ്ട്, ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് എങ്ങനെ നമ്മൾ ഉപയോഗിക്കാം, അതിനെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിങ് ആണ് വേണ്ടത്. ഇപ്പോൾ DTHനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഒരു നാഷണൽ അല്ലെങ്കിൽ പിന്നെ ഒരു സ്റ്റേറ്റ് ലെവലിലുള്ളതാണ് അതിൻ്റെ പാക്കേജിങ് രീതി. അതുകൊണ്ട് തന്നെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ അവർക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. പിന്നീട് അത്രയും വലിയ കൺസ്യൂമർ ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ നൽകുന്ന ഇൻവെസ്റ്റ്മെന്റിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് പ്രധാനമായിട്ടും ഇത് കൂടാതെ പ്രാദേശികമായിട്ടുള്ള കണ്ടന്റ്, ഇത്രയും കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ചുള്ള കോമ്പിനേഷൻ. ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു കേബിൾ TV ഓപ്പറേറ്റർ ആ പ്രദേശത്തിലെ ഒരു സാധാരണ പൗരനാണ്. അവിടെയുള്ള ജനങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ്, അവരുടെ വീടുകളായിട്ടുള്ള ആത്മബന്ധം, ഇതൊക്കെ ഒരു ഓപ്പറേറ്റർക്ക് മാത്രം ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സർവീസ് ക്വാളിറ്റി, അവരുടെ പരാതികൾ പറയാൻ, അവർക്ക് ഇപ്പോൾ ഒരു മാസം പേയ്മെന്റ് അടച്ചില്ല, അടുത്ത മാസം തന്നാൽ മതി എന്ന് പറയാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഉള്ള ഒരാളാണ് ഒരു ഓപ്പറേറ്റർ. അപ്പോൾ ആ ഒരു ബന്ധം, ആ റിലേഷൻഷിപ്പ് ഒരിക്കലും മറ്റാർക്കും ഉണ്ടാക്കാൻ കഴിയില്ല. നമുക്ക് കേരളത്തിലെ മറ്റു കോർപ്പറേറ്റുകളുടെ സ്വാധീനം കുറയുന്നതിനുള്ള കാരണം അത് തന്നെയാണ്. ഈ റിലേഷൻഷിപ്പാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വലിയ വില കൽപ്പിക്കുന്നത്. നമ്മുടെ കൺസ്യൂമർ അത്രയധികം അറ്റാച്ച്ഡ് ആണ് നമ്മുടെ ഓപ്പറേറ്റർമാരുമായിട്ട്. ആ ഒരു സാധ്യത വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ DTHകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും കേബിൾ TV ഇൻഡസ്ട്രിയെ തകർക്കുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ തക്ക വിധത്തിലുള്ള ഒരു പൊട്ടൻസി ഉണ്ടാക്കാൻ DTHകൾ സാധിച്ചിട്ടില്ല. ഇപ്പൊ നമുക്ക് എത്ര ശതമാനം നമ്മുടെ കയ്യിലുണ്ട്? അതായത് കേബിൾ TV മേഖലയിൽ എത്ര ശതമാനം കേരള വിഷൻ ഒരു 60% മാർക്കറ്റ് ഷെയർ കേരളത്തിലുണ്ട്. എല്ലാ ജില്ലകളിലും തന്നെ നമ്മൾ തന്നെയാണ്? എല്ലാ ജില്ലകളിലും ഒന്നും പറയാൻ പറ്റില്ല, ചില ജില്ലകളിൽ കയറിയും കുറഞ്ഞുണ്ട്. ടോട്ടൽ കേരളത്തിൽ 60% മാർക്കറ്റ് ഷെയർ കേരള വിഷൻ. ഇന്റർനെറ്റ് സേവനം ഉണ്ടല്ലോ, അതിന്റെ കാര്യം എടുത്താലും കേരള വിഷൻ കോർപ്പറേറ്റുകളോട് തന്നെയാണ് മത്സരിക്കേണ്ടി വരുന്നത്. കാരണം നിരവധി ആൾക്കാർ അതിലുണ്ട്. എങ്ങനെയാണ് അതിലും ഒരു മുന്നേറ്റം നമ്മൾ കാഴ്ചവെച്ചത്? നമ്മുടെ DTHന്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കേബിൾ TVയുടെ ഒരു നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് വെച്ചാൽ, അടുത്ത ജനറേഷൻ എന്താ എന്ന് ചോദിച്ചാൽ, കേബിൾ TVയെ ആരാണോ റീപ്ലേസ് ചെയ്യുന്നത്, കേബിൾ TV റീപ്ലേസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റ് സോഷ്യൽ മീഡിയകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണ്. അതിലേക്ക് മാറുക, അതിൻ്റെ ബേസ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ആവശ്യം. രണ്ടാമത്തേത്, കേബിൾ TVക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഒരു ഭൗതിക സംവിധാനങ്ങളുണ്ട്. ആ നെറ്റ്വർക്കിംഗ് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ് ഈ ബ്രോഡ്ബാൻഡ് സർവീസ്. അതാണ് ബ്രോഡ്ബാൻഡ് സർവീസിലേക്ക് മാറാൻ പ്രചോദനം നൽകിയത്. ഇപ്പം നമുക്ക് നിലവിലുള്ള എംപ്ലോയീസ്, കേബിൾ TV നെറ്റ്വർക്കുകളിലുള്ള എംപ്ലോയീസ് അവരെ തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയും. അതേ ഫൈബർ നെറ്റ്വർക്ക് ഉപയോഗിക്കാം, അവരുടെ അതേ ഓഫീസ്, അതേ കസ്റ്റമർ കെയർ സിസ്റ്റം, ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ആ സാധ്യതയാണ് നമ്മൾ ബ്രോഡ്ബാൻഡ് സർവീസ് ആരംഭിക്കുമ്പോൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചത്. ഇപ്പൊ കേരളത്തിന്റെ എല്ലാ സ്ഥലത്തും നമ്മളുടെ ഇതെത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തില് വളരെ വലിയ സ്വീകരണമാണ് കേരള വിഷൻ ലഭിച്ചത്. ഞങ്ങൾ ആരംഭിച്ചിട്ട് 7 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ശരിക്ക് ആരംഭിച്ചിട്ട് 8 വർഷം മുമ്പാണ് ബ്രോഡ്ബാൻഡ് ആരംഭിക്കുന്നത്. 7 വർഷത്തിന് ആയിട്ടുള്ള ശരിക്കും പ്രവർത്തനം ആരംഭിച്ചിട്ട് 7 വർഷം കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ISP ആയി മാറാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് 6ാമത്തെ പൊസിഷൻ ഉണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് ഉള്ളത്, അത് നമ്മുടെ ഒരു പോളിസിയുടെ വിഷയമാണ്, പോളിസിയുടെ മാറ്ററാണ്. നമ്മുടെ റൂറലാണ് ഞങ്ങളുടെ പെനിട്രേഷൻ കൂടുതൽ. ഏറ്റവും നമ്മളൊരു ഡിജിറ്റൽ കണക്ടിവിറ്റി എന്ന് പറയുന്നത് അത് ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തമാണ്. ശരിക്കും ഡിജിറ്റൽ കണക്ടിവിറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇപ്പോൾ റോഡുകൾ എത്തിക്കുക, ആക്സസ് ഉണ്ടാക്കുക എന്നുള്ളത് പോലെ തന്നെ ആ കണക്ടിവിറ്റി എത്തിക്കുന്നതിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ കേരളത്തിൽ റൂറൽ ആക്സസ് ഉള്ളത് കേരള വിഷനാണ്.
ഇപ്പൊ സ്റ്റാർലിങ്ക് ഒക്കെ ഇന്റർനെറ്റ് സേവനമായിട്ട് വരുവാണ് എന്ന് പറയുന്നുണ്ട്, ഉപഗ്രഹ സാറ്റലൈറ്റ് വെച്ചിട്ട്. അപ്പൊ അത് നമ്മളെങ്ങനെ ബാധിക്കും? നമ്മളെ പോലുള്ള കമ്പനികളെ ബാധിക്കാറില്ലേ അത്? നോക്കൂ, DTHനെ സംബന്ധിച്ച് പറഞ്ഞത് തന്നെയാണ് അതിനുള്ള മറുപടി. ഒരു സ്പേസ് ഇത്തരം പുതിയ ടെക്നോളജികൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെങ്ങനെ നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ പിന്നെ സമൂഹത്തിന് അക്സെപ്റ്റബിൾ ആകും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അത്തരം ഒരു ടെക്നോളജി, അതിൻ്റെ പരിമിതികൾ നമുക്ക് നിരവധി പരിമിതികളുണ്ട്. ഒന്ന്, അത് വെതർ ഓറിയൻറ്റഡ് ആണ്. വെതർ അതിനെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളതാണ് സർവീസിന്. രണ്ടാമത്, പ്രൈസ് വൈസ് ഇപ്പോഴുള്ള ഗ്രൗണ്ട് നെറ്റ്വർക്കിനോട് കോമ്പറ്റ് ചെയ്യാവുന്ന പ്രൈസിങ്ങിൽ ഇതുപോലുള്ള ഉപഗ്രഹ ഇൻ്റർനെറ്റ് സർവീസിന് കോമ്പറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം പരിമിതികളല്ല. പിന്നെ ബാൻഡ് വിഡ്ത്ത് ക്രഞ്ച്, നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് ബാൻഡ് വിഡ്ത്താണ് ഏറ്റവും വലിയ വാല്യൂ ഉള്ളത്. ഇപ്പോൾ ഞങ്ങൾ തന്നെ പിന്നെ ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ ടോട്ടൽ കേരളത്തിൻ്റെ ട്രാഫിക് എന്ന് പറയുന്നത് 1.5 TB അടുത്ത് വരും ഞങ്ങളുടെ ട്രാഫിക് വോളിയം. ഒരുപക്ഷെ ഇന്ത്യയിലെ വളരെ വലിയ കമ്പനികൾക്ക് പോലും അത്രയും വലിയ ട്രാഫിക് ഒരു സ്റ്റേറ്റിൽ കൊടുക്കുക എന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റില്ല. അതിൻ്റെ ഒരു 30% താഴെയായിരിക്കും ഏറ്റവും വലിയ കമ്പനികൾക്ക് പോലും ഒരു സ്റ്റേറ്റിൽ നൽകുന്ന ട്രാഫിക്കിൻ്റെ അളവ്. അത്ര വലിയ ട്രാഫിക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് തക്കവിധമുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉണ്ടാക്കണം. ഇത്രയും വലിയ ട്രാഫിക് ഒന്ന് മാനേജ് ചെയ്യാൻ ഒരിക്കലും ഈ സാറ്റലൈറ്റ് കമ്പനികൾക്ക് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷേ ഭാവിയിൽ ടെക്നോളജി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനേക്കാൾ കൂടുതൽ ട്രാഫിക് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആളുകളുടെ ഉപയോഗം എന്ന് പറയുന്നത്, ഇപ്പം ഞങ്ങൾ നിരവധി സർവേകൾ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ കൺസ്യൂമറിൽ ഡ്രോപ്പ് ഔട്ട്സ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ കുറഞ്ഞ പ്ലാൻ ഉപയോഗിക്കുന്ന ആളുകളാണ്. 20 Mbps അല്ലെങ്കിൽ അതിന് താഴെ 25 Mbps ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് കൊഴിഞ്ഞു പോകുന്നത്. നമ്മൾ അതിനൊരു റിസർച്ച് നടത്തി നോക്കുമ്പോൾ എന്താണ്, ഈ കൺസ്യൂമർ വീടുകളിൽ 4-5 മൊബൈൽ ഫോൺ ഉണ്ടാവും, മറ്റ് അസിസ്റ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ അവർക്ക് തികയുന്നില്ല. അവരെ സംബന്ധിച്ചോളം അവർ വിചാരിക്കുന്ന സർവീസ് പ്രൊവൈഡറുടെ കുഴപ്പമാണെന്ന്. യഥാർത്ഥത്തിൽ എന്താണ്, അവരുടെ യൂസേജ് അത്രയും കൂടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ പറഞ്ഞ സാറ്റലൈറ്റ് കമ്പനികളുടെയൊക്കെ വരവിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. അവരുടെ ഒരു മിനിമം നീഡ്, ഒരു സാധാരണ ആളുകളുടെ, ഒരു ബിലോ BPL ആയിട്ടുള്ള ഒരാളുകളുടെ പോലും റിക്വയർമെൻറ്റ് അനുദിനം വരുന്നൊരു സാഹചര്യത്തിൽ ഇത്രയും വലിയ ട്രാഫിക് മാനേജ് ചെയ്യാൻ വലിയ കമ്പനികൾക്ക് ഈ പുതിയ ടെക്നോളജികൾക്ക് ലിമിറ്റേഷൻ ഇന്നത്തെ സാഹചര്യത്തിലുണ്ട്. പക്ഷേ ഒരു സാധ്യതകളുള്ളത് റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങൾ, ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ഒരു സെക്കൻഡറി കണക്ഷനുള്ള സ്കോപ്പ് തുടങ്ങിയവയൊക്കെ എന്ന നിലയിൽ ഇതിനൊക്കെയുള്ള സാധ്യതകൾ നിലനിൽക്കുകയും ചെയ്യും. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി വൈഡർ കോമ്പറ്റീഷൻ ആയിരിക്കില്ലേ, അതിനെ നേരിടാനായിട്ട് നമ്മൾ സജ്ജാണോ? ഇപ്പം മുകേഷ് അംബാനിയോടൊക്കെ ഏറ്റുമുട്ടിയാണല്ലോ നമ്മൾ അവിടെ നിൽക്കേണ്ടി വരിക. അല്ല, അത് അത്തരം കമ്പനികൾ കേരളത്തിലുണ്ടല്ലോ, എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. എങ്കിൽ പോലും അതിനൊരു സ്പേസ് ഉണ്ട്. ഇപ്പോൾ കേരള വിഷൻ പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക്, കാരണം ആത്യന്തികമായി കൺസ്യൂമറിനെ നേരിട്ട് ടാർഗറ്റ് ചെയ്യുന്ന, ഫോക്കസ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ അല്ല ഇത്തരം വലിയ കമ്പനികൾ ഉപയോഗിക്കുന്നത്. അവരുടെ രീതി തന്നെ വ്യത്യാസമുണ്ട്. അവരൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടി റെപ്രസെൻറ്റേറ്റീവുകൾ വിടുന്നു, നേരിട്ട് കമ്പനി കൺസ്യൂമർ അപ്രോച്ച് ചെയ്യുന്നതിന് പകരം അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ഓപ്പറേറ്റർ ദൈനംദിനം കാണുന്ന, അവർക്ക് വിശ്വസ്തരായ ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നതും സെല് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഒരു നയമാണ് ഉപയോഗിക്കുന്നത്. അവരെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ആ കൂട്ടായ്മ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പ്രചോദനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള രീതിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരള വിഷൻ കൊണ്ടുവന്നൊരു മോഡൽ ഉണ്ടല്ലോ, ആ ഒരു സാമ്പത്തിക മോഡൽ, അത് നമ്മുടെ കേരളത്തിലത്തെ SMEകൾക്കോ സ്റ്റാർട്ടപ്പുകൾക്കോ ഒക്കെ എങ്ങനെ ഒരു പാഠമാക്കിയെടുക്കാൻ പറ്റും? അവർക്ക് എന്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ പറ്റും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് ചേഞ്ച് കേരളത്തിലെ സംരംഭകർ ആലോചിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ അനുഭവിച്ച പ്രശ്നം, എല്ലാ ഇൻഡസ്ട്രികളിലും, എല്ലാ സർവീസ് സെഗ്മെൻറ്റിലായാലും എല്ലായിടത്തും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്ന അപജയങ്ങളാണ്. എപ്പോഴും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളികളിൽ പ്രധാനം ഒന്ന് അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ, രണ്ടാമതൊരു മാനേജ്മെൻറ്റ് സ്കില്ലില്ലായ്മ, മൂന്നാമത്തെ റെഗുലേഷൻ, ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻ. ഈ 3 പ്രശ്നങ്ങൾ. കൺസ്യൂമർ ഡിമാൻഡ് ഒരിക്കലും കുറയുന്നില്ല. അവർക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടണം എന്നുള്ള കൺസ്യൂമർ ഡിമാൻഡാണ്. അപ്പോൾ ഈ കൺസ്യൂമർ ഡിമാൻഡിനനുസരിച്ച് പ്രൊഡക്റ്റ് കൊടുക്കാൻ വലിയ കമ്പനികൾക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ്? അതൊരു മാസീവായിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ്, മാസീവായിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ ചെറിയ എൻ്റർപ്രണേഴ്സിനെ സർവൈവ് ചെയ്യാനുള്ള ഒരു മാർഗം, ചെറിയ എൻ്റർപ്രണേഴ്സിൻ്റെ തന്നെ കൂട്ടായ്മയിൽ, അവരുടെ തന്നെ മേൽനോട്ടത്തിൽ, അവരുടെ തന്നെ അനുഭവ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള ടെക്നോളജികളും അനുഭവ സമ്പത്തും ബിസിനസ് മോഡലുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിഷൻ. കേരള വിഷൻ എന്ന് പറയുന്ന വിഷൻ, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ, കേരള വിഷൻ എന്ന് പറയുന്ന വിഷൻ, ആ കാഴ്ചപ്പാട്, ആ സ്ട്രാറ്റജി, ആ നയം, ആ വീക്ഷണം എന്ന് പറയുന്നത് തന്നെയാണ് കേരളത്തിലെ ബിസിനസ്
അതിജീവനത്തിന് വലിയൊരു മുതൽക്കൂട്ടാവാൻ ഇടയുള്ളത്. ഒരു വലിയ മുതലാളി കുറേ പണം പുറത്തു നിന്നോ അകത്തു നിന്നോ സംഘടിപ്പിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹം നടത്തുന്ന ഒരു ബിസിനസ്സിനേക്കാൾ കൂടുതൽ റിലയബിലിറ്റി, ആളുകൾക്ക് സ്വീകാര്യത, ആളുകൾക്ക് അവരെ ഏറ്റെടുക്കാനുള്ള താല്പര്യം സ്വാഭാവികമായിട്ടും ഈ ചെറിയ എൻ്റർപ്രണേഴ്സിൻ്റെ കൂട്ടായ്മകൾക്ക് ഉണ്ടാവും. പക്ഷെ അവിടെ പ്രവർത്തിക്കേണ്ടുന്നത് അവരുടെ ക്രെഡിബിലിറ്റി പ്രധാനമാണ്, അവരുടെ ട്രാൻസ്പെറൻസി വളരെ പ്രധാനമാണ്, വളരെ കൃത്യമായ, വളരെ എന്താ പറയുക, വളരെ ജനകീയമായൊരു ഒരു മുഖം അതിനുണ്ടാവണം, വളരെ കൃത്യമായ പ്ലാനിങ് ഉണ്ടാവണം, ഡെഡിക്കേഷൻ ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ അത്തരം സംരംഭങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരു 1000 crore കമ്പനി ആവുന്നത് കഴിഞ്ഞ വർഷമാണെന്നോണല്ലേ? കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ആ ഒരു ലക്ഷ്യം എങ്ങനെയാണ് സാധിച്ചെടുത്തത്? ഇത്രയും ഒരു നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ സംസാരിച്ചത് നല്ല കമ്പനിയുടെ ഫിനാൻഷ്യൽസിനെ കുറിച്ചും കൂടി സാർ ഒന്ന് പറയാം. ഞങ്ങളുടെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓരോ വർഷവും ഉണ്ടാകുന്ന അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതൊരു കമ്പനിയേക്കാളും മെച്ചപ്പെട്ട രീതിയിലുള്ള ഗ്രോത്ത് റേറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരള വിഷൻ്റെ ഒരു സാമ്പത്തിക പൊട്ടൻസി എന്ന് പറയുന്ന, സാമ്പത്തിക സാധ്യത എന്ന് പറയുന്നത് ഇതിൽ കൂടുതലാണ്. കാരണം ഞങ്ങൾക്കൊരു 30 ലക്ഷത്തിൽ കൂടുതൽ ഡിജിറ്റൽ കസ്റ്റമേഴ്സ് ഉണ്ട്, കേബിൾ TV കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സ് കേരളത്തിൽ മാത്രം 30 ലക്ഷത്തിൽ കൂടുതൽ കേബിൾ TV കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സിൻ്റെ 50% ആളുകൾ പോലും ഇപ്പോഴും ആയിട്ടില്ല ബ്രോഡ്ബാൻഡ് സർവീസ് എടുക്കാൻ ആരംഭിച്ചിട്ടില്ല. അപ്പോൾ അവർ മുഴുവനും ബ്രോഡ്ബാൻഡ് സർവീസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് എത്രയോ കൂടുതലാവും. ചില ജില്ലകളിൽ, ചില പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും കേബിൾ TV കൺസ്യൂമേഴ്സിൻ്റെ 3 ഇരട്ടി വരെ പിന്നെ ബ്രോഡ്ബാൻഡ് കസ്റ്റമേഴ്സ് ആയ സ്ഥലങ്ങളുണ്ട്. അത് പക്ഷേ പല സ്ഥലങ്ങളിലും 15% 20% ആളുകളായിട്ടുള്ളൂ. ഒരു ആവറേജ് ഇപ്പോൾ കേരളത്തിലെ ഒരു കേബിൾ TV ബ്രോഡ്ബാൻഡ് പ്രൊപ്പോർഷൻ ഒരു 40% താഴെയാണ് ഇപ്പോഴുള്ളത്. ഒരു 35-40 എൻ്റെ ഇടയിലാണുള്ളത്. അതൊരു 50% ആവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വളരെ കൂടുതലാണ്. അപ്പോൾ കേരളത്തിലൊരു സാധ്യത പൂർണ്ണമായിട്ട് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്ന 1000 crore ആകുക എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസാണ്, കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്ലാനാണ്, പിന്നെ വളരെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കീമുകൾ നൽകുന്നുണ്ട്. ഇതെല്ലാം കൊണ്ടാണ്, എല്ലാം കൂടി ആയിട്ട് പോലും നമുക്ക് 1000 crore ആക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിമാനം ഇരട്ടിപ്പിക്കുന്നത്. നമ്മുടെ പ്രൈസിംഗിൽ കൺസ്യൂമേഴ്സ് ഹാപ്പിയാണോ? അതോ ഇത് നമ്മളോടും പറയുന്നുണ്ട് പലരും കേരള വിഷന്റെ ചാർജുകൾ കൂടുതലാണല്ലോ എന്ന്. അപ്പൊ അത് ഒരിക്കലും അല്ല. ആപ്പിൾ ടു ആപ്പിൾ കമ്പയർ ചെയ്യണം. നമ്മുടെ പ്ലാൻ പിന്നെ കേരള വിഷൻ നൽകുന്ന സെയിം പ്ലാൻ മറ്റേതെങ്കിലും കമ്പനിയുടെ പ്ലാനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും കൂടുതലല്ല, കുറവായിരിക്കും. കേരള വിഷൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ഹിഡൻ ചാർജസ് ഇല്ല. ഇപ്പോൾ എന്തെങ്കിലും നിയമപരമായ നികുതികൾ, അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള പ്രൊസീജിയർ എല്ലാം നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലുമൊക്കെ മായം ചേർത്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചില ആളുകൾ ഇത്തരത്തിൽ പ്രൈസ് കുറച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതൊരിക്കലും കേരള വിഷൻ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. സമാനമായിട്ടുള്ള ഒരു സംഘടനയും ഒരു ബിസിനസ് ഉയർന്നു വരാവുന്ന വേറെന്തെങ്കിലും മേഖലകൾ താങ്കൾ കാണുന്നുണ്ടോ കേരളത്തില്? ഇപ്പൊ കേരള വിഷൻ ഉണ്ടായതുപോലെ മറ്റൊരു മേഖലയൊക്കെ? എല്ലാ മേഖലകളിലും ചെയ്യാം. വ്യാപാര മേഖലകളിലൊക്കെ വലിയ സാധ്യതകളുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ തക്ക വിധത്തിലുള്ള ഒരു വീക്ഷണം അതിനകത്ത് ഉള്ളവർക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചോദിക്കാൻ കാര്യം വെച്ചാൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വന്ന സമയത്ത് തൊട്ടടുത്തുള്ള ആൾക്കാരുമായിട്ട് ഭയങ്കര മത്സരത്തിലാണ് അവര് വന്നോണ്ടിരുന്നത്. അതുപോലെ ഇപ്പോഴും മത്സരിച്ച് നമ്മൾ തമ്മിൽ മത്സരിച്ച് നിൽക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതേപോലെ വളരാം, അങ്ങനെ ഒരു അവസരം ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ പറ്റും. മറ്റു മേഖലകളും കാണണമല്ലോ. തീർച്ചയായിട്ടും ഞാനത് പറയുന്നത് എല്ലാ മേഖലകളിലും സാധ്യതയുണ്ട്. എല്ലാ വ്യാപാര സർവീസ് മേഖലകളിലും പ്രൊഡക്ഷൻ സെക്ടറിലും ഒക്കെ ധാരാളം സാധ്യതകളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ ക്ലസ്റ്ററുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചില പ്രൊഡക്റ്റുകളുടെ ക്ലസ്റ്ററുകൾ എന്ന് പറഞ്ഞ ഫോർമാറ്റ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ ക്ലസ്റ്ററുകൾ പോലും ആളുകൾ വേണ്ടത്ര ഉപയോഗപ്പെടുത്തുന്നില്ല. എൻ്റെ പ്രോപ്പർട്ടി എൻ്റെ മാത്രമായിരിക്കണം, എൻ്റെ മാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം, മറ്റൊരാളുടെ ഇടപെടലിന് എനിക്ക് അസഹിഷ്ണുത ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ ആളുകൾക്കുള്ളത്. അത് മാറ്റിയെടുത്തേ പറ്റൂ. പുതിയ കാലക്രമത്തിൽ അങ്ങനെ ഒരു സാധ്യത, അങ്ങനെ ഒരു പ്രശ്നം അവർ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, അതായത് എല്ലാവരും യോജിപ്പിച്ച് നിർത്താനുള്ള സാധ്യത ഉപയോഗിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അവിടെയൊക്കെ പുതിയ ഇൻവെസ്റ്റേഴ്സ്, പുതിയ കോർപ്പറേറ്റുകൾ, പുതിയ മൂലധന കമ്പനികൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സമകാലികമായി ഞാനത് എടുത്തു പറയേണ്ടതില്ല. എല്ലാ മേഖലയും ബ്രാൻഡഡ് കമ്പനികൾ എന്ന് പറഞ്ഞു വരുന്ന ഒക്കെ ഭൂരിപക്ഷവും മൂലധന കമ്പനികളാണ്, വിദേശത്ത് നിന്ന് വരുന്ന കമ്പനികളാണ്. അവരിവിടെ ഒന്ന് വിൽപ്പന നടത്തുന്നതിനേക്കാൾ കൂടുതൽ പ്രൊഡക്റ്റ് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ഓഹരി വിൽക്കുന്നതിലാണ് താല്പര്യം. ആ മൂലധന കമ്പനികളാണ് മാർക്കറ്റ് ആകെ, വിൽപ്പന മേഖലയാകെ തകർത്ത് കളയുന്നത്. അവിടെ ഓഹരി കമ്പോളത്തിലാണ് അവരുടെ ബിസിനസ്, അല്ലാതെ ഒരു പ്രൊഡക്റ്റ് സെയിൽസിലല്ല. കേരള വിഷന്റെ കാര്യം പറയുകയാണെങ്കിൽ മാനേജ്മെന്റ് തലത്തിൽ ഇപ്പൊ താങ്കൾ അതിന്റെ ചെയർമാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു നേതൃമാറ്റം
ഉണ്ടാവുന്നുണ്ടോ ഏതെങ്കിലും ഒരു സമയത്ത്? അതിനൊരു വ്യക്തമായ പ്ലാൻ ഇട്ടിട്ടുണ്ടോ? അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും ഉണ്ട്. നേതൃത്വത്തിൽ വരുന്ന ആളുകൾ ആരും ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ഓഹരിയുടെ കാര്യത്തിൽ അപ്പർ ഹാൻഡ് ഉള്ളത് കൊണ്ടല്ല, വലിയ മൂലധന നിക്ഷേപം ഉള്ളത് കൊണ്ടല്ല ഇതിൻ്റെ ഭാരവാഹികളാവുന്നത്. എല്ലാവർക്കും അവരുടെ, ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു ഹയറാർക്കി സിസ്റ്റം ഉണ്ട്. സംഘടനയ്ക്ക് അതിൻ്റെ സ്റ്റേറ്റ് ലെവൽ മുതൽ ഏറ്റവും താഴെ തട്ടിൽ വരെയുള്ള സംഘടനാ സംവിധാനമുണ്ട്. ഈ കമ്പനികൾ, ഇപ്പോൾ KCCL എന്ന് പറയുന്ന കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ഓരോ ജില്ലയിലുണ്ട്. ആ ജില്ലയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ, ഓപ്പറേറ്റർമാരുടെ തന്നെ ഈ സ്റ്റേറ്റ് ലെവലിലുള്ള കമ്പനിയുടെ ഒരു മിനിയേച്ചറാണ് ജില്ലാ കമ്പനികൾ. ഈ ജില്ലാ കമ്പനികളുടെ താഴെ സബ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുണ്ട്. ഒരു 140 പരം സബ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുണ്ട്. അതും ഈ സ്റ്റേറ്റ് കമ്പനിയുടെ ഒരു മിനിയേച്ചറാണ് അതും. അപ്പോൾ ഈ ഒരു ഹയറാർക്കി ബിസിനസ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പോലെ സംഘടനയിൽ സ്റ്റേറ്റ്, ജില്ലാ, മേഖല എന്ന് പറയുന്ന വേറെ ഹയറാർക്കിയും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ കഴിവുള്ള ആളുകളുടെ കഴിവ് പ്രകടിപ്പിക്കാനും തിരിച്ചറിയാനും ഇവാലുവേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. അവിടെ ഓരോ ആളുകളെയും അവരുടെ കഴിവനുസരിച്ച് തുറന്നുള്ള മേഖലകളിലേക്ക്, തുറന്നുള്ള സെഗ്മെന്റിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള സംവിധാനമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഈ 1000 crore പ്രോഗ്രാം, ഗ്രാൻഡ് 1000 എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തി. ഞങ്ങളതിൽ ആദ്യകാല ഡയറക്ടർമാരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരെ അംഗീകരിക്കുകയൊക്കെ ചെയ്തൊരു വേദി ഉണ്ടായിരുന്നു. 51 ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, പഴയ ഡയറക്ടേഴ്സ്. അത്രയും പേരെ നമ്മൾ അവിടെ വെച്ച് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാമല്ലോ, ചുരുങ്ങിയ എണ്ണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. 51 പേര് അന്ന് ആ വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സംഘടനയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ എന്ന് പറയാം, വിവിധ പദവികൾ, ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടൊക്കെ മാറി മാറി നിൽക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഒരു നിശ്ചിത കാലാവധി വരെ ഒരാൾക്ക് ഒരു പദവിയിൽ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള ലിമിറ്റേഷൻ, നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അനന്തകാലം എത്ര എക്സ്പേർട്ട് ആയാലും ഒരു നിശ്ചിത കാലത്തിന് ശേഷം അയാൾ മാറി വേറൊരാൾക്ക് അവസരം കൊടുക്കണമെന്നുള്ള നിബന്ധനകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം കേബിൾ TV ആയിരുന്നു, പിന്നെ ബ്രോഡ്ബാൻഡായി, പിന്നെ സാറ്റലൈറ്റ് ചാനൽസ് ഒക്കെ വന്നു. ഇനി എന്തായിരിക്കും അടുത്തൊരു? നമ്മൾ അടുത്ത ഒരു ബിസിനസ് 2-3 ബിസിനസ് സെഗ്മെന്റ് വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒന്ന് കേരളത്തിന്റെ നല്ല ടൂറിസം രംഗത്ത് നമ്മൾ ഒരു ചുവടുവെപ്പ് നടത്തുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പുതിയ സെഗ്മെന്റ് ആണ്. അതിനുള്ള പ്രാഥമികമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഈ ടോട്ടൽ സർവീസ് പ്രൊവൈഡർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പബ്ലിക് പ്ലേസ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഒരു വലിയ ഹോസ്പിറ്റലോ ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ ക്യാമ്പസുകൾക്കോ ആവശ്യമുള്ള ടോട്ടൽ സൊല്യൂഷൻ, കണക്ടിവിറ്റി സൊല്യൂഷൻസ്, അവിടെ വൈഫൈ, ക്യാമറ ആക്സസ്, അതുപോലെ തന്നെ അവർക്കുള്ള സർവൈലൻസ് സിസ്റ്റം, അതുപോലെ സെക്യൂരിറ്റി മെഷേഴ്സ്, ഇപ്പോൾ ഒരു കോൺഫറൻസ് ഹാളുണ്ടെങ്കിൽ അതിലെ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, ലൈറ്റിംഗ് മാനേജ്മെൻറ്റ്, IoT സൊല്യൂഷൻസ്, ഇതൊക്കെ കൊടുക്കുന്ന ടോട്ടൽ സൊല്യൂഷൻ സർവീസ് പ്രൊവൈഡർ ആവുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളിപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേദ. അതിനുള്ളൊരു വെർട്ടിക്കൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള എക്സ്പെർട്ടുകളൊക്കെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതല്ലാതെ കമ്പനിയെ സംബന്ധിച്ച് പുതിയ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? IPOക്ക് ഇറങ്ങുക, അതേമാതിരി എന്തെങ്കിലും ഒരു ലക്ഷ്യങ്ങളുണ്ടോ? പെട്ടെന്നില്ല, ഗ്രാജുവലായിട്ട് വേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഈ വർഷം ISO സർട്ടിഫിക്കേഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കൂടി സിസ്റ്റമാറ്റിക് ആവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കേരളം നടത്തിയ ഇൻവെസ്റ്റ് കേരള സമ്മിറ്റ് ഉണ്ടല്ലോ, അതിൽ 200 കോടിയുടെ ഒരു നിക്ഷേപം നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു, കേരള വിഷൻ. അതെന്തൊക്കെയാണ് അതിൽ വരുന്നത്? ആ പദ്ധതികൾ എന്തൊക്കെയാണ്? കേരള വിഷന്റെ പുതിയ പദ്ധതികൾ എന്ന നിലയിലാണ് ഇൻവെസ്റ്റ് കേരള പദ്ധതിയിൽ നമ്മൾ ഞങ്ങളുടെ ഒരു താല്പര്യം അവതരിപ്പിച്ചത്. 2 പ്രോജക്റ്റുകളാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത്. ഒന്ന്, കേരളത്തിലൊരു ഇൻഫ്രാസ്ട്രക്ചർ, ഒപ്റ്റിക് ഫൈബർ ബാക്ക് ബോൺ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം തന്നെ ഒപ്റ്റിക് ഫൈബർ വളരെ അമൂല്യമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. നമുക്ക് റോഡുകളും ട്രാഫിക്കുകളും ഒക്കെ ഉണ്ടാകുന്നത് ഗതാഗത സൗകര്യങ്ങൾ പോലെ തന്നെ ഈ ഡാറ്റയുടെ ട്രാഫിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണല്ലോ. ഇപ്പോൾ പല സ്വകാര്യ കമ്പനികളും നിക്ഷേപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ KFON സ്വന്തമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. KFON മുഖേന ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. റെയിൽവേറിനുണ്ട്, KICBക്കുണ്ട്, അങ്ങനെ പല സ്ഥാപനങ്ങൾക്കുണ്ട്. പക്ഷെ ഇതൊന്നും പുതിയ കാലത്തേക്ക്, ആധുനിക കാലഘട്ടത്തിലേക്ക് തികയാതെ വരും. അത് മുന്നിൽ കണ്ടുകൊണ്ട് കേരള വിഷന്റെ ഓൺ പർപ്പസ് കൂടാതെ പബ്ലിക്കിന് കൂടി ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈർഘ്യമുള്ള വിപുലമായ ഒരു ഒപ്റ്റിക് ഫൈബർ ബാക്ക് ബോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 100 കോടി രൂപയുടെ ഒരു ബഡ്ജറ്റിംഗ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലൈസൻസിങ് പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സജീവമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റൊന്ന് ടൂറിസം സെഗ്മെൻ്റാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ടൂറിസം സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ടൂറിസം സെഗ്മെൻറ്റിൽ ഇതേപോലെ തന്നെ ഞങ്ങളുടെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ അസോസിയേഷൻ്റെ കീഴിൽ ഉള്ള ജില്ലാ കമ്പനികളാണ് അതിൽ മിക്കവാറും ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. പല ജില്ലകളിലും അത്തരത്തിലുള്ള പദ്ധതികൾ പലതും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ പദ്ധതികൾ ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക,
ടൂറിസം നെറ്റ്വർക്ക് ഉണ്ടാക്കുക, ക്രമേണ അത് കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഈ ടൂറിസം സെഗ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൽ എന്താണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, പ്രോപ്പർട്ടികൾ, ടൂറിസത്തിനുള്ള പ്രോപ്പർട്ടികൾ നമ്മൾ സ്വന്തമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്, അങ്ങനെ ടൂറിസം നമ്മുടെ പ്രോപ്പർട്ടികളും മറ്റു നിലവിലുള്ള സ്വകാര്യ പ്രോപ്പർട്ടികളുമായിട്ട് ധാരണയിലുണ്ടാക്കി ആപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ പിന്നെ അവരെ ഏകോപിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും റൂറൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അതിനകത്ത് ലക്ഷ്യം വെക്കുന്നത്. അർബൻ ടൂറിസം അല്ല, കുറച്ചുകൂടി റൂറൽ ടൂറിസം എന്നുള്ളത് നമ്മുടെ ഒരു വിഷൻ അതാണ്. അപ്പോൾ കേരളത്തിന്റെ ആസ്വദിക്കാൻ കഴിയാത്ത വലിയ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ 200 കോടിയാണ് അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കടരഹിതമായിട്ടുള്ള ഒരു കമ്പനിയാണ് കേരള വിഷൻ. എങ്ങനെയാണ് അങ്ങനെ പോകാൻ പറ്റുന്നത്? ഈ മൂലധനം ഒരു പ്രശ്നമല്ലാതിരിക്കുന്നത്, അതായത് നമ്മൾ ഏത് രീതിയിലാണ് ആ ഒരു അച്ചീവ്മെന്റ് നേടിയത്? തീർച്ചയായിട്ടും കേരള വിഷൻ ഇപ്പോൾ ഒരു നോൺ ഡെറ്റ് കമ്പനിയാണ്. കടം വാങ്ങരുതെന്നുള്ള മുൻകൂട്ടി പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. പക്ഷെ ഞങ്ങൾ അതിനനുസരിച്ച് പ്ലാനിങ് എപ്പോഴും നടത്താറുണ്ട്. നമ്മൾ ഓരോ പ്രോജക്റ്റും പ്ലാൻ ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണം നമ്മുടെ ഓപ്പറേറ്റർമാരിൽ നിന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് ഇതുവരെ പോയിട്ടുള്ളത്. പക്ഷെ വളരെ വലിയ ഒരു പദ്ധതികൾ ഏതെങ്കിലും വരികയോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കടം വാങ്ങേണ്ടി വന്നാൽ വാങ്ങും. പക്ഷെ ഇന്നത്തെ നിലയിൽ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അത് ഒന്ന് ഞങ്ങളുടെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. എത്ര ഞങ്ങൾക്ക് മൂലധനം വേണ്ടി വരും, അതിനെത്ര നമ്മൾ മൂലധന നിക്ഷേപം കണ്ടെത്തേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. മൂലധന നിക്ഷേപത്തിന് സാധ്യതകൾ ഇല്ലാതായി മാത്രമേ കടം വാങ്ങേണ്ട ആവശ്യമുള്ളൂ. അതിനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. ഒരടുത്ത 5 വർഷത്തിൽ ഒരു കേരള വിഷൻ്റെ ഒരു പദ്ധതി എന്താണ്? എവിടെ എത്തണം എന്നുള്ളതാണ്? അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ഉള്ള നമ്മുടെ സർവീസ്, കേരളത്തിൽ നിന്ന് ഞങ്ങൾ ഒരു പാൻ ഇന്ത്യ ബിസിനസ് എൻറ്റിറ്റി ആവണമെന്നാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അത് അനിവാര്യമാണ്. കാരണം കേരളത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഞങ്ങളുടെ ഒരു ബിസിനസ് മോഡൽ. രാജ്യത്തിന് തന്നെ മാതൃകയാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിൽ മാത്രമുള്ള സാധ്യതകൾ, പിന്നെ കേരളത്തിൽ മാത്രമുള്ള ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, പരിമിതികളുണ്ട്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ധാരാളം അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് ഈ ബിസിനസ്സിൻ്റെ ഡൈവേഴ്സിഫിക്കേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും ടൂറിസം മേഖലയിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ബാക്ക് ബോണുകൾ ഉണ്ടാക്കുക, കൂടുതൽ ടെക്നോളജികൾ കൊണ്ടുവരിക, ഇപ്പോൾ OTT ഒക്കെ കൂടുതൽ സാർവത്രികമാക്കുക എന്നുള്ളതൊക്കെയാണ് ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാനിങ് ഉള്ളത്. അതുപോലെ കാലികമായി ഈ ടെലികോം മേഖലയിലും അതുപോലെ തന്നെ പിന്നെ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ടെക്നോളജികളും ഒന്നുപോലും നമ്മൾ മാറി നിൽക്കാതെ എല്ലാം അഡാപ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പാൻ ഇന്ത്യ ലെവലിലുള്ള ബിസിനസ്സിനോടൊപ്പം തന്നെ കൂടുതൽ സർവീസുകൾ നമ്മൾ ഉൾപ്പെടുത്തുക. ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ വരും വർഷങ്ങളിൽ ഒരു പാൻ ഇന്ത്യ കമ്പനിയായി കേരള വിഷൻ മുന്നേറട്ടെ. ഇത്രയും നേരം നമുക്കൊപ്പം ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു.